പച്ചക്കറി മൊത്തക്കച്ചവടക്കാരനായ ജോണിയുടെ കടയിലെ ജോലിക്കാർ പതിവ് പോലെ സാധനങ്ങളെല്ലാം കടയ്ക്കുള്ളിലേക്ക് പറക്കി അടുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്തായിരുന്നു ശക്തമായ മഴ പെയ്തത്. മഴ പെയ്ത സമയത്ത് റോഡിൽ കൂടി നിന്ന ആളുകളെല്ലാം പൊടുന്നനെ ജോണിയുടെ കടയുടെ വരാന്തയിലേക്ക് ഓടിക്കയറി. ഈ സമയത്തായിരുന്നു അതിഭീകര ശബ്ദത്തിൽ ഒരു മുഴക്കം കേട്ടത്. നടുങ്ങിപ്പോയ ആളുകൾ കടയ്ക്കുള്ളിലേക്ക് നോക്കിയ സമയത്ത് അകത്തെ സീറ്റിലിരുന്ന് അന്നത്തെ വരവ് ചെലവ് കണക്കുകൾ എഴുതിക്കൊണ്ടിരുന്ന ജോണി മേശയ്ക്ക് മുകളിലേക്ക് മറിഞ്ഞു വീണ് കിടക്കുന്നതാണ് കണ്ടത്. കടയ്ക്ക് പുറത്തുനിന്ന ആളുകളും കടയിലെ ജീവനക്കാരും ജോണിയുടെ അടുത്തേക്ക് ഓടിയെത്തുകയും അദ്ദേഹത്തെ കുലുക്കി വിളിച്ചു നോക്കുകയും ചെയ്തു. എന്നാൽ യാതൊരു അനക്കവുമില്ലാത്ത സാഹചര്യത്തിൽ ജോണിയെ ഉടൻ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ജീപ്പിൽ കയറ്റി തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ജോണിയെ പരിശോധിച്ചു നോക്കിയ ഡോക്ടർ ഹൃദയസ്തംഭനം മൂലം അയാൾ മരണപ്പെട്ടു എന്നാണ് ജോണിയെ ആശുപത്രിയിലേക്ക് എത്തിച്ച ആളുകളോട് പറഞ്ഞത്. അതുതന്നെയാവും സംഭവിച്ചതെന്ന് നാട്ടുകാരും കരുതി. ചാവക്കാട് മാർക്കറ്റിലെ പച്ചക്കറി മൊത്തക്കച്ചവടക്കാരനായ ജോണിയുടെ അപ്രതീക്ഷിതമായുണ്ടായ മരണം നാട്ടുകാരെ ആകെ ഉലച്ചു. വിവരമറിഞ്ഞ് നാനാഭാഗത്തു നിന്നും ആളുകൾ ജോണിയുടെ വീട്ടിലേക്ക് എത്തി. മരണാനന്തര ചടങ്ങുകളിലേക്ക് കടക്കുന്നതിന് മുൻപായി ജോണിയുടെ മൃതദേഹം കുളിപ്പിക്കുന്നതിനായി അദ്ദേഹം ധരിച്ചിരുന്ന ഷർട്ട് അഴിച്ച സമയത്തായിരുന്നു അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മുറിവ് ജോണിയുടെ മുതുകിൽ അദ്ദേഹത്തിന്റെ മകൻ കാണുന്നത്. ജോണി ധരിച്ചിരുന്ന ഷർട്ട് പരിശോധിച്ചു നോക്കിയപ്പോഴും അതിലും മുതുകിന്റെ ഭാഗത്ത് വട്ടത്തിൽ കുറച്ചിടയിൽ തുണി കീറിയിരിക്കുന്നതായി മകന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവൻ ആ വിവരം ഉടൻ തന്നെ ജോണിയുടെ സഹോദരങ്ങളെയൊക്കെ അറിയിച്ചെങ്കിലും ഒരു പക്ഷേ ജോണിയെ ആളുകൾ ചേർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനായി ജീപ്പിൽ കയറ്റിയ സമയത്ത് ജീപ്പിൽ കുരുങ്ങി തുണി കീറിയതും ശരീരത്തിൽ മുറിവുണ്ടായതുമായിരിക്കാമെന്നാണ് ജോണിയുടെ സഹോദരൻ മറുപടി പറഞ്ഞത്. ജോണിയുടെ സഹോദരൻ അങ്ങനെ പറഞ്ഞെങ്കിലും സംശയം മാറാത്ത ജോണിയുടെ മകൻ ആ ഷർട്ട് തന്റെ മുറിയിൽ ഭദ്രമാക്കി സൂക്ഷിച്ചു വെച്ചു. ഉച്ചയോടുകൂടി ജോണിയുടെ മൃതദേഹം മരണാനന്തര ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം പള്ളിയിൽ അടക്കം ചെയ്തു. അന്ന് വൈകുന്നേരവും ജോണിയുടെ മകന്റെ ഉള്ളിൽ ആ സംശയം നിഴലിക്കുകയായിരുന്നു. തൊട്ടടുത്ത ദിവസം തന്നെ ജോണിയുടെ ഷർട്ടുമായി മകൻ തൃശൂർ SP ഓഫീസിലെത്തുകയും ജോണിയുടെ മുതുകിൽ വട്ടത്തിലൊരു മുറിവ് കണ്ട കാര്യവും അതേ തുടർന്ന് അയാളുടെ ഷർട്ട് പരിശോധിച്ചപ്പോൾ ഷർട്ടിലുണ്ടായ കീറൽ കണ്ടെത്തിയതും പോലീസിനെ അറിയിക്കുകയും ആ ഷർട്ട് SP കൈമാറുകയും ചെയ്തു. ആ മകൻ പറയുന്ന കാര്യങ്ങളിലൊക്കെ എന്തൊക്കെയോ ചില വാസ്തവങ്ങൾ ഉണ്ടെന്ന് തോന്നിയ SP ഉടൻ തന്നെ കേസന്വേഷണം കുന്നംകുളം സർക്കിൾ ഇൻസ്പെക്ടറെ ഏൽപ്പിച്ചു. കാര്യങ്ങളൊക്കെ വിശദമായി കേട്ട CIക്കും ജോണിയുടെ മരണത്തിൽ എന്തോ ചില അസ്വാഭാവികതകൾ തോന്നി. അപ്പോഴേക്കും ആ വിവരം നാടാകെ പരന്നിരുന്നു. ജോണിയുടെ മരണം പോലീസ് സൂക്ഷ്മമായി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ചാവക്കാട് മേഖലയിൽ ആളുകൾ ഒരു ആക്ഷൻ കൗൺസിൽ തന്നെ രൂപീകരിച്ചു. ഒടുവിൽ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്താൻ തീരുമാനമായി. വിദഗ്ധരടങ്ങുന്ന ഡോക്ടർമാരുടെ സംഘവും ഫോറൻസിക് ടീമും ജോണിയുടെ മൃതദേഹം പള്ളിയിൽ നിന്ന് പുറത്തെടുക്കാൻ പോകുന്നുവെന്നറിഞ്ഞുകൊണ്ട് ചാവക്കാട് മേഖലയിലുള്ള ആളുകളൊക്കെ തന്നെ പള്ളിയുടെ പരിസരത്ത് തടിച്ചുകൂടി. പോസ്റ്റ്മോർട്ടം നടത്തിയ സർജന് ജോണിയുടെ ശ്വാസകോശത്തിനുള്ളിൽ നിന്നും ഒരു വെള്ളാരം കല്ല് കിട്ടി. വെള്ളാരം കല്ല് ഒരു സൂചനയാണ്. സാധാരണ രീതിയിൽ നാടൻ ബോംബുകൾ ഉണ്ടാക്കുമ്പോൾ വെള്ളാരം കല്ല് അതിനുള്ളിൽ വെച്ച് കെട്ടാറുണ്ട്. പോസ്റ്റ്മോർട്ടം നടത്തിയ സർജൻ ആ വിവരം CIയെ അറിയിച്ചു. ശ്വാസകോശത്തിനുള്ളിൽ നിന്ന് വെള്ളാരം കല്ല് കിട്ടിയ സ്ഥിതിക്ക് ഒരു നാടൻ ബോംബാക്രമണത്തിൽ ജോണി കൊല്ലപ്പെട്ടതാകാമെന്ന് പോസ്റ്റ്മോർട്ടം വിദഗ്ധൻ റിപ്പോർട്ട് നൽകി. റിപ്പോർട്ട് കിട്ടിയതും CI അടങ്ങുന്ന സംഘം ജോണിയുടെ കടയിലെത്തി വീണ്ടും ഒരു അന്വേഷണം നടത്താൻ തീരുമാനിച്ചു. കടയൊക്കെ വിശദമായി പരിശോധിച്ചെങ്കിലും അവിടെ ഒരു നാടൻ ബോംബാക്രമണം നടന്നതിന്റെ യാതൊരു ലക്ഷണവുമില്ല എന്നായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം. പോലീസ് സംഘം അരിച്ചു പറക്കിയിട്ട് പോലും ഒരു ബോംബാക്രമണത്തിലേക്ക് നയിക്കുന്ന യാതൊരു തെളിവുകളും ആ കടയ്ക്കുള്ളിൽ നിന്ന് കണ്ടെത്താനായില്ല. ജോണിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ശരിക്കും പോലീസ് സംഘത്തെ കുഴപ്പിച്ചു എന്ന് തന്നെ പറയാം. കേസ് ഫയൽ ഒന്നുകൂടി വിശദമായി പഠിച്ച പോലീസ് സംഘം ശരീരത്തിലുള്ള മുറിവും ഷർട്ടിൽ കണ്ട ദ്വാരത്തിനും ഒരേ അളവാണെന്ന് മനസ്സിലാക്കിയതോടുകൂടി ആ ഷർട്ട് വീണ്ടും തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിലേക്ക് ഒരു പരിശോധനയ്ക്കായി അയച്ചു. ഫോറൻസിക് ലാബിൽ നിന്നും ഞെട്ടിക്കുന്ന റിപ്പോർട്ടായിരുന്നു പുറത്തു വന്നത്. ഷർട്ടിലെ ദ്വാരത്തിന് ചുറ്റും ഈയത്തിന്റെ അംശമുണ്ട്. .22 കാലിബറിലെ ഒരു വെടിയുണ്ടയ്ക്ക് ഉണ്ടാക്കാൻ കഴിയാവുന്നത്ര ദ്വാരമായിരുന്നു ആ ഷർട്ടിലും മുതുകിലും ഉണ്ടായിരുന്നത്. നാടൻ തോക്കിലുപയോഗിക്കുന്ന വെടിയുണ്ടയിൽ ഈയത്തിന്റെ അളവ് കൂടുതലായിരിക്കും. ജോണി വെടിയേറ്റാണ് മരിച്ചിരിക്കുന്നതെന്ന് ഇതിൽ നിന്ന് വ്യക്തമായി. പക്ഷേ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർ വെടിയുണ്ടയെക്കുറിച്ച് യാതൊരു കാര്യവും സൂചിപ്പിക്കാത്തതുകൊണ്ട് വെടിയേറ്റാണ് ജോണി മരിച്ചിരിക്കുന്നതെന്ന് പൂർണ്ണമായും ഉറപ്പിക്കാനും കഴിയില്ലായിരുന്നു. വെടിയേറ്റുള്ള മരണമാണെങ്കിൽ ഉറപ്പായും പോസ്റ്റ്മോർട്ടത്തിൽ ജോണിയുടെ മൃതദേഹത്തിൽ നിന്നും ആ വെടിയുണ്ട കണ്ടെത്തേണ്ടതാണ്. ഇവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇനി വെടിയുണ്ട ജോണിയുടെ ശരീരത്തിൽ നിന്നും പുറത്തു കടന്ന് എവിടെയെങ്കിലും തെറിച്ചു പോയതാണെങ്കിൽ അത് കണ്ടെത്തേണ്ടത് പോലീസാണ്. അങ്ങനെ ഒരു കാര്യം കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുമില്ല. അത് മാത്രവുമല്ല, ജോണിയുടെ ശരീരത്തിൽ ആകെ ഒരു മുറിവ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. വെടിയുണ്ട അകത്തേക്ക് കയറിയ പാട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് പുറത്തു പോയെങ്കിൽ അങ്ങനെ ഒരു മുറിവ് കൂടി ജോണിയുടെ ശരീരത്തിൽ ഉണ്ടാകേണ്ടതാണ്. ഇവിടെ അങ്ങനെ ഒരു കാര്യവും സംഭവിച്ചിട്ടില്ല. പോലീസ് സംഘം ആകെ വെട്ടിലായെന്ന് തന്നെ പറയാം. വെടിയേറ്റാണ് ജോണി മരിച്ചതെന്ന് പോലീസ് നിഗമനത്തിലെത്തിയപ്പോഴും തൊണ്ടി മുതലായ വെടിയുണ്ട ജോണിയുടെ ശരീരത്തിൽ നിന്ന് കണ്ടെത്താൻ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർക്കും കഴിഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ ജോണി വെടിയേറ്റ് തന്നെയാണോ മരിച്ചതെന്ന് കണ്ടെത്തുന്നതിനായി പോലീസ് സംഘം വീണ്ടും ഒരു അന്വേഷണത്തിന് തയ്യാറായി. ഡിവൈഎസ്പിയും സിഐയും ഒക്കെ അടങ്ങുന്ന വിദഗ്ധ സംഘത്തിന്റെ സഹായത്തോടുകൂടി ജോണിയുടെ കടയിലെത്തി അന്നത്തെ സംഭവം ഒന്നുകൂടി റീക്രിയേറ്റ് ചെയ്യാൻ അവർ തീരുമാനിച്ചു. ജോണിയുടെ അതേ പൊക്കത്തിലും വലിപ്പത്തിലുമുള്ള ഒരാളെ കടയ്ക്കുള്ളിലെ കസേരയിൽ
അന്ന് ജോണി ഇരുന്ന അതേ രീതിയിൽ തന്നെ ഒന്നിരുത്തി. ഏത് ഭാഗത്തു നിന്നായിരിക്കാം യഥാർത്ഥ കൊലയാളി നിറയൊഴിച്ചതെന്നറിയുന്നതിനായി അവരൊരു ടെസ്റ്റ് തന്നെ നടത്തി നോക്കി. അന്ന് മഴ പെയ്തിരുന്ന ദിവസം ആളുകളൊക്കെ കടയിലേക്ക് ഓടിക്കൂടിയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ദൂരെ നിന്നായിരിക്കില്ല വന്ന വ്യക്തി ജോണിക്കെതിരെ നിറയൊഴിച്ചതെന്ന് പോലീസിന് വ്യക്തമായി. വളരെ അടുത്തു നിന്ന ആരോ ഒരാളാണ് ജോണിയുടെ പുറത്തേക്ക് വെടിവെച്ചിരിക്കുന്നത്. കടയുടെ വരാന്തയിൽ നിൽക്കുന്ന ഒരാൾക്ക് മാത്രമേ നിറയൊഴിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെയെങ്കിൽ തൊട്ടടുത്ത് കൂടി നിന്ന ആളുകളൊക്കെ അത്രയും വലിയൊരു ശബ്ദമുണ്ടായെങ്കിൽ അത് കേട്ടിട്ടുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ പോലീസ് സംഘം അന്ന് അവിടെ കൂടിയിരുന്ന ആളുകളെയും കടയിലെ ജീവനക്കാരെയും ഒക്കെ വിശദമായി ഒന്ന് ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചു. കടയിലെ ജീവനക്കാർ നേരത്തെ പോലീസിന് നൽകിയ അതേ മൊഴി തന്നെ ആവർത്തിച്ചു. ജോണി മരണപ്പെടുന്ന സമയത്ത് ഇടിവെട്ടും പോലെ ഒരു ഒച്ച കേട്ടിരുന്നു എന്ന് ജീവനക്കാർ വീണ്ടും പോലീസിന് മൊഴി നൽകി. ഇടിവെട്ടിയതുപോലെയുള്ള ശബ്ദം കേട്ടു എന്ന് പറഞ്ഞ 3 ജീവനക്കാരെയും തൃശൂരിലെ പോലീസ് ക്ലബ്ബിൽ വെടിവെപ്പ് പരിശീലനം നടക്കുന്നിടത്തേക്ക് പോലീസ് സംഘം വിളിച്ചു വരുത്തി. ആ ക്യാമ്പിലെ ആയുധങ്ങൾ സൂക്ഷിക്കുന്ന കലവറയിൽ നിന്ന് വിവിധ രീതിയിലുള്ള തോക്കുകളും അവയുടെ വെടിയുണ്ടകളും പോലീസ് സംഘം പുറത്തെടുത്തു. ഓരോ തവണ നിറയൊഴിക്കുമ്പോഴും അവയുടെ ശബ്ദം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ആ 3 പേർക്കും നിർദ്ദേശം നൽകി. പോലീസ് ക്യാമ്പിൽ നിറയൊഴിക്കൽ ആരംഭിച്ചു. ജോണി മരിച്ച സമയത്ത് ഇടിമുഴങ്ങുന്നത് പോലെ കേട്ട ആ ഒച്ചയും പോലീസ് ക്യാമ്പിൽ നിറയൊഴിക്കുമ്പോഴുണ്ടാകുന്ന ഏതെങ്കിലും ശബ്ദവുമായി മാച്ച് ചെയ്യുന്നുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയായിരുന്നു അത്തരത്തിലൊരു പരീക്ഷണം പോലീസ് നടത്തിയത്. അനവധി തോക്കുകളിൽ നിന്ന് പോലീസ് സംഘം നിറയൊഴിക്കൽ പ്രക്രിയ നടത്തി നോക്കി. ഒടുവിൽ അവർക്ക് സംശയമുള്ള .22 കാലിബറിലുള്ള തോക്കിൽ നിന്ന് നിറയൊഴിച്ചു. 3 പേരും ഒറ്റ ശ്വാസത്തിൽ തന്നെ ആ ശബ്ദം തിരിച്ചറിഞ്ഞു. ഇതേ ശബ്ദം തന്നെയാണ് ജോണി മരിച്ച സമയത്തും അവർ കേട്ടതെന്ന് പോലീസിനോട് വ്യക്തമായി പറഞ്ഞതോടുകൂടി പോലീസ് സംഘത്തിന് ആകെ ആശ്വാസമായി. .22 കാലിബറിലുള്ള ഒരു നാടൻ തോക്കിൽ നിന്ന് വെടിയേറ്റാണ് ജോണി മരണപ്പെട്ടിരിക്കുന്നതെന്ന് പോലീസ് ഉറപ്പിച്ചു. അപ്പോഴും പോലീസിനെ കുഴപ്പിച്ച ചോദ്യം മറ്റൊന്നായിരുന്നു. വെടിയുണ്ട ശരീരത്തിലേക്ക് ഏറ്റപാട് മാത്രമേ ജോണിയുടെ ശരീരത്തിലുണ്ടായിരുന്നുള്ളൂ. അകത്തേക്ക് പോയ വെടിയുണ്ട എവിടെ പോയി? പോലീസിന്റെ നിഗമനം ശരിയാണെങ്കിൽ ആ വെടിയുണ്ട മറ്റെവിടെയും പോയി കാണില്ല. അത് ജോണിയുടെ ശരീരത്തിൽ തന്നെ ഉണ്ടാകും. അങ്ങനെയെങ്കിൽ ജോണിയുടെ മൃതദേഹം ഒരിക്കൽ കൂടി പോസ്റ്റ്മോർട്ടം നടത്തേണ്ടി വരുമെന്ന് SP അടങ്ങുന്ന സംഘം തീരുമാനിച്ചു. എന്നാൽ ഒരിക്കൽ പോസ്റ്റ്മോർട്ടം നടത്തിയ മൃതദേഹത്തിൽ വീണ്ടും ഒരു പോസ്റ്റ്മോർട്ടം കൂടി നടത്തുന്നത് അത്ര എളുപ്പമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത സ്റ്റെപ്പ് എന്ത് എന്ന് പോലീസ് സംഘം കൂടിയിരുന്ന് ഒരു ആലോചന നടത്തി. മൃതദേഹത്തിൽ നിന്നും വെടിയുണ്ട കണ്ടെത്തുന്നതിനായി ഒരു മെറ്റൽ ഡിറ്റക്ടറിന്റെ സഹായം തേടാമെന്ന് വിദഗ്ധ സംഘം തീരുമാനിച്ചു. ഇതിനിടയിൽ ലോക്കൽ പോലീസ് അന്വേഷിച്ചിട്ടും കേസ് തെളിയാതെ വന്നതോടുകൂടി അന്വേഷണം ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റി. അതുവരെയുള്ള ലോക്കൽ പോലീസിന്റെ അന്വേഷണം വിശദമായി തന്നെ പഠിച്ച ക്രൈംബ്രാഞ്ച് സംഘം മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് മൃതദേഹത്തിൽ നിന്നും വെടിയുണ്ട കണ്ടെത്താനാകുമോ എന്ന് ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ തന്നെ തീരുമാനിച്ചു. മെറ്റെക്സ് എന്ന കമ്പനിയുടെ മെറ്റൽ ഡിറ്റക്ടറാണ് അങ്ങനെ തൃശൂർ പോലീസ് ക്ലബ്ബിലേക്ക് കൊണ്ടുവന്നത്. പരീക്ഷണത്തിന്റെ ഭാഗമായി വലിയൊരു മെത്ത പോലീസ് ക്ലബ്ബിലെ ടേബിളിലേക്ക് ചുരുട്ടി കെട്ടിയ നിലയിൽ വെച്ചു. അതിലേക്ക് .22 കാലിബറിലുള്ള ഒരു തോക്കിൽ നിന്ന് നിറയൊഴിച്ചു. മെത്ത ചിതറി തെറിപ്പിച്ചുകൊണ്ട് വെടിയുണ്ട അകത്തേക്ക് പാഞ്ഞു കയറി. അപ്പോൾ തന്നെ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് പോലീസ് സംഘം പരിശോധന ആരംഭിച്ചു. പെട്ടെന്ന് തന്നെ ബീപ് ബീപ്പ് എന്നൊരു ശബ്ദം കേട്ടു. .22 കാലിബറിലുള്ള തോക്ക് ഉപയോഗിച്ചുള്ള വെടിയുണ്ട കണ്ടുപിടിക്കാനായി മെറ്റൽ ഡിറ്റക്ടർ പര്യാപ്തമാകുമെന്ന് തന്നെ പോലീസ് സംഘം ഉറപ്പിച്ചു. ഗവൺമെന്റിന്റെ പെർമിഷനോടുകൂടി തന്നെ ജോണിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി വീണ്ടും തയ്യാറാക്കി. ചാവക്കാട് തഹസീൽദാരുടെ നേതൃത്വത്തിൽ വിദഗ്ധരടങ്ങുന്ന ഒരു സംഘമായിരുന്നു പോസ്റ്റ്മോർട്ടം നടത്തിയത്. ഇത്തവണ കോട്ടയം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം വിദഗ്ധന്റെ നേതൃത്വത്തിലായിരുന്നു പോസ്റ്റ്മോർട്ടം നടത്തിയത്. ജോണിയുടെ മൃതദേഹം പുറത്തെടുത്ത് ഒരു ടേബിളിലേക്ക് കിടത്തി. ആ മൃതദേഹം പൂർണ്ണമായും അഴുകിയ നിലയിലായിരുന്നു. മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള പരിശോധന തുടങ്ങി 1 മണിക്കൂർ പിന്നിട്ടിട്ടും ഒരു ബീപ്പ് ശബ്ദം പോലും കേൾക്കാനായില്ല. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ബീപ്പ് ബീപ്പ് എന്നുള്ള ശബ്ദം കേട്ടപ്പോൾ അവിടെ കൂടി നിന്ന ആളുകൾക്ക് പോലും സന്തോഷമുണ്ടായി. വെടിയുണ്ട കണ്ടെത്തിയെന്ന് തന്നെയാണ് പോലീസ് കരുതിയത്. എന്നാൽ ശവപ്പെട്ടിയിലെ ഒരാണി മാത്രമായിരുന്നു അത്. മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ഒന്നും കണ്ടെത്താനാകാത്തതോടുകൂടി പോലീസ് സംഘം ആ പരിശോധന നിർത്തിവെച്ചു. അല്പനേരം നീണ്ട കൂടിയാലോചനകൾക്ക് ശേഷം വീണ്ടും മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള പരിശോധന ആരംഭിച്ചു. ആ സമയത്ത് ആദ്യം കയ്യിലെടുത്തത് ജോണിയുടെ ശ്വാസകോശമായിരുന്നു. ശ്വാസകോശ ഭാഗത്തിന്റെ അടുത്തേക്ക് മെറ്റൽ ഡിറ്റക്ടർ വെച്ചപ്പോൾ തന്നെ അതിൽ നിന്നും ബീപ് ബീപ് ശബ്ദം പുറത്തു വരാൻ തുടങ്ങി. ജോണിയുടെ ശ്വാസകോശ ഭാഗം വിശദമായ പരിശോധനയ്ക്ക് തന്നെ വിധേയമാക്കി. അതിനുള്ളിൽ നിന്നും പോലീസുകാർ ആഗ്രഹിച്ച പോലെ തന്നെ .22 കാലിബറിലെ ആ വെടിയുണ്ട കിട്ടി. ജോണിയുടെ ശ്വാസകോശത്തിനുള്ളിലേക്ക് കടന്ന ആ വെടിയുണ്ട തന്നെയാണ് അയാളുടെ മരണകാരണമെന്ന് അങ്ങനെ അവിടെ തെളിയിക്കപ്പെടുകയാണ്. എന്നാൽ ശ്വാസകോശത്തിൽ നിന്ന് ലഭിച്ച ആ വെടിയുണ്ടയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. സാധാരണയായി വെടിയുണ്ട തോക്കിൽ നിന്ന് പുറത്തു വരുന്ന സമയത്ത് അതിൽ ഉരച്ചിലുകൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇതിൽ അങ്ങനെയൊന്നും കാണാനില്ല. നാടൻ തോക്കിൽ നിന്ന് പുറത്തു വരുന്ന വെടിയുണ്ടയ്ക്ക് മാത്രമേ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടാകാറുള്ളൂ. തൃശൂർ മലപ്പുറം ഭാഗത്തിന്റെ ചില ഏരിയകളിൽ കള്ളത്തോക്കുണ്ടാക്കുന്നവർ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പോലീസിനും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ ആരോ ഉണ്ടാക്കിക്കൊടുത്ത ഒരു തോക്കിൽ നിന്നും വെടിയേറ്റാണ് ജോണി മരിച്ചിരിക്കുന്നത്. ആരാണ് ജോണിയെ കൊലപ്പെടുത്തിയത്? ആ നിർണായക ചോദ്യത്തിന്റെ ഉത്തരം കൂടി ഇനി പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട്. സംഭവം നടന്ന ദിവസം ജോണിയുടെ കടയ്ക്കുള്ളിലും വരാന്തയിലും തടിച്ചുകൂടിയവരെയും
ആ പ്രദേശത്തുണ്ടായിരുന്ന കടക്കാരെയുമൊക്കെ വീണ്ടും ഒരു ചോദ്യം ചെയ്യലിന് പോലീസ് വിധേയമാക്കി. ചോദ്യം ചെയ്യലിനിടയിലാണ് നിർണായകമായ ഒരു വിവരം പോലീസിന് ലഭിക്കുന്നത്. കടയ്ക്കുള്ളിൽ നിന്നും ഭീകര ശബ്ദവും അതിന് പിന്നാലെ ജോണിയുടെ ഉറക്കെയുള്ള നിലവിളി ശബ്ദവും കേട്ടതിന് പിന്നാലെ ആളുകളെല്ലാം കടയ്ക്കുള്ളിലേക്ക് ഇരച്ചു കയറിയിരുന്നു. ആ സമയത്ത് ഒരു വ്യക്തി മാത്രം വളരെ ധൃതിപ്പെട്ട് ആ മഴയത്തുകൂടി ഇറങ്ങി നടന്നു പോകുന്നത് ചിലർ കണ്ടിരുന്നു. ആളുകളെല്ലാം കടയ്ക്കുള്ളിലേക്ക് ഓടുന്ന സമയത്ത് വിപരീത ദിശയിൽ നടന്നു പോകുന്ന ഒരു വ്യക്തിയെ ഒരു മിന്നായം പോലെയാണ് ആളുകൾ കണ്ടത്. എന്നാൽ ആ വ്യക്തിയുടെ മുഖം മാത്രം ആർക്കും അത്ര ഓർമ്മയുണ്ടായിരുന്നില്ല. അങ്ങനെ കടയ്ക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് പോയ ആളിനെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിക്കുന്നതിനിടയിലാണ് നിർണായകമായ മറ്റൊരു വിവരം കൂടി ലഭിക്കുന്നത്. സംഭവം നടക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അപരിചിതനായ ഒരു വ്യക്തി .22 കാലിബറിൽ ഉപയോഗിക്കുന്ന വെടിയുണ്ട തിരക്കി ആ പ്രദേശത്തൊക്കെ എത്തിയിരുന്നു. ആ വാർത്തയുടെ ചുവട് പിടിച്ചായി പോലീസിന്റെ ബാക്കിയുള്ള അന്വേഷണം. ആ അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിലായിരുന്നു അപ്രതീക്ഷിതമായി ക്രൈംബ്രാഞ്ചിൽ നിന്നും കേസ് അന്വേഷണം CBIയിലേക്ക് കൈമാറുന്നത്. ഗവൺമെന്റിന് മേൽ അത്രയേറെ പ്രഷർ ഉണ്ടായിരുന്നതുകൊണ്ടാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിൽ നിന്ന് CBIയിലേക്ക് കൈമാറിയത്. ക്രൈംബ്രാഞ്ച് സംഘം കണ്ടെത്തിയ വിശദമായ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു CBIയും അന്വേഷണം ആരംഭിച്ചത്. യഥാർത്ഥത്തിൽ വെടിവെച്ച വ്യക്തി ആര് എന്ന് കണ്ടുപിടിക്കുന്ന ജോലി മാത്രമേ CBIക്കുണ്ടായിരുന്നുള്ളൂ. എന്തിനാണ് അയാൾ ജോണിയെ വെടിവെച്ചത്? അവർ തമ്മിൽ എന്ത് പ്രശ്നമാണുള്ളത്? ഇതായിരുന്നു CBIക്ക് മുൻപിലെ നിർണായക ചോദ്യങ്ങൾ. ജോണിക്കാരെങ്കിലും ശത്രുക്കൾ ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി ജോണിയുടെ ബന്ധുക്കളെയും തൊട്ടടുത്തുള്ള അയൽവാസികളെയും ഒക്കെ തന്നെ CBI വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയമാക്കി. എന്നാൽ ബന്ധുക്കളുമായും സുഹൃത്തുക്കളുമായും അയൽക്കാരുമായും ഒക്കെ വളരെ നല്ല ബന്ധം പുലർത്തിയിരുന്ന ഒരാളാണ് ജോണിയെന്നാണ് അന്വേഷണത്തിൽ തെളിഞ്ഞത്. അങ്ങനെ ആരുമായി ശത്രുതയില്ല എങ്കിൽ ഉറപ്പായും ബിസിനസ്സിൽ ജോണിക്ക് ശത്രുക്കൾ ഉണ്ടായിരിക്കാമെന്ന് CBI വിലയിരുത്തി. ആ അന്വേഷണം ചെന്നെത്തിയത് ചാവക്കാട് തന്നെ പച്ചക്കറി മൊത്തക്കച്ചവടം നടത്തുന്ന ഒരു വ്യക്തിയിലേക്കാണ്. ജോണിയുടെ ബിസിനസ്സിലെ വളർച്ച കണ്ട് അസ്വസ്ഥത തോന്നിയ അയാൾ ജോണിയെ കൊല്ലാൻ തീരുമാനിക്കുകയായിരുന്നു. അയാൾ പച്ചക്കറികൾ വിൽക്കുന്നതിലും വിലക്കുറച്ചായിരുന്നു ജോണി കടയിൽ സാധനങ്ങൾ കച്ചവടം ചെയ്തിരുന്നത്. അതിൽ ദേഷ്യം തോന്നിയ ആ വ്യക്തി ജോണിയെ ഇല്ലാതാക്കാൻ തീരുമാനിക്കുകയായിരുന്നു. CBIയുടെ ചോദ്യം ചെയ്യലിൽ പച്ചക്കറി കച്ചവടക്കാരൻ എല്ലാ കുറ്റങ്ങളും സമ്മതിച്ചു. അയാളുടെ നിർദ്ദേശത്തോടുകൂടി ഒരു വാടക കൊലയാളിയുടെ സഹായത്തോടുകൂടിയായിരുന്നു ജോണിയെ വകവരുത്തിയത്. പച്ചക്കറി കച്ചവടക്കാരന്റെയും വാടക കൊലയാളിയുടെയും അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. കേസ് കോടതിയിലെത്തി വിചാരണ ആരംഭിക്കുകയും ചെയ്തു. ചീഞ്ഞഴുകിയ ഒരു മൃതദേഹത്തിൽ നിന്നും മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് ഒരു വെടിയുണ്ട കണ്ടെത്തുന്ന സംഭവം ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണെന്ന് കോടതി വിലയിരുത്തി. ഡോക്ടർ ഉമാദത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു അത്തരത്തിൽ വലിയൊരു കേസ് തെളിയിച്ചത്. കേസന്വേഷണം നടത്തിയ എല്ലാ ഉദ്യോഗസ്ഥരും കോടതിയുടെ പ്രത്യേക പ്രശംസയ്ക്ക് പാത്രമായി. സമാനതകളില്ലാത്ത പഴുതടച്ച അന്വേഷണമായിരുന്നു ചാവക്കാടെ പച്ചക്കറി കടക്കാരന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയത്.